അരുണഗിരിനാഥരെ കുറിച്ചും ഒന്ന് നമുക്ക് പറയാം എന്ന് എനിക്ക് തോന്നുന്നു. ഇദ്ദേഹത്തിന് സ്ത്രീകളില്ലാതെ ഒരു ദിവസം പോലും ഇദ്ദേഹത്തിന് തള്ളി നിൽക്കാൻ പറ്റില്ല. ഒരു ദിവസം പോലും ഒരു സ്ത്രീയുമായിട്ട് ശയിക്കാത്ത ഒരു ദിവസം അദ്ദേഹത്തിന് ഇല്ല. ഞാൻ സഹോദരിയാണെന്ന് നീ മറന്നോ, എന്നിട്ട് നീ വേണമെങ്കിൽ എന്റെ ശരീരം യൂസ് ചെയ്തോളൂ, കാരണം വേറെ ആരും നിന്നെ അടുപ്പിക്കില്ല. തിരുവണ്ണാമല ക്ഷേത്രത്തിലെ ഗോപുരം ഭഗവാൻ മഹാദേവൻ അഗ്നിലിംഗമായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ അരുണഗിരിനാഥർ ഒരിക്കൽ ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് പറയുന്നു, അദ്ദേഹം ഭഗവാന്റെ നെഞ്ചില് ഒരു മണി പോലെ ഒരു ആഭരണം കണ്ടു. ആ ആഭരണത്തിൽ എഴുതിയിരിക്കുന്നത് തിരുപ്പുകഴ് എന്നാണ്. ഭഗവാനാണ് അവിടെ നിൽക്കുന്നത്. അരുണഗിരിനാഥർക്ക് കാണാം, ബാലനായിട്ട് അദ്ദേഹം ദർശനം കൊടുത്തു. പക്ഷെ ആൾക്കാർക്കാകെ മുരുകനെയല്ല കാണുന്നത്, ഒരു വെളിച്ചേ കണ്ടു, പ്രകാശം കണ്ടു. പ്രകാശത്തോടു കൂടി എല്ലാവരെയും കാഴ്ചശക്തി പോയിരുന്നു. അപ്പം ശരണേട്ടാ, ഈ അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പൊ തിരുപ്പുകലുമായി ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഈ നടന്ന കേട്ട ആളുകളൊന്നും അധികം അറിയാത്ത സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ അരുണഗിരിനാഥരുടെ കഥ, അരുണഗിരിനാഥർ ആരാണെന്ന് അറിയില്ല, ആളുകൾക്ക് പലപ്പോഴും അറിയില്ല. പിന്നെ ഭഗവാനെ കുറിച്ച് തന്നെ എന്താണ്, ശിവപാർവതിയുടെ പുത്രനാണ്, പിന്നെ ഈ മയിൽവാഹനനാണ്, മയിലിന്റെ പുറത്ത് ലോകം ചുറ്റാൻ പോയ കഥ, പഴനി, ഇതൊക്കെ അറിയാം. പക്ഷെ കുറച്ചും കൂടെ ഈ ഭഗവാനുമായി ബന്ധപ്പെട്ട കുറെ ആളുകളുണ്ട്. ഇപ്പൊ പഴനിയിലൊക്കെ പ്രതിഷ്ഠ നടത്തിയ ഭോഗർ സംഭവങ്ങളുണ്ട്, പിന്നെ ഈ അഗസ്ത്യ മഹർഷിയുണ്ട്, സിദ്ധ പാരമ്പര്യമുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ തിരുപ്പുകലുമായി ബന്ധപ്പെട്ടും അരുണഗിരിനാഥരെ കുറിച്ചും ഒന്ന് നമുക്ക് പറയാം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അരുണഗിരിനാഥ സ്വാമികളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആദ്യം അദ്ദേഹത്തെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് പഴനി ക്ഷേത്രത്തിലെ രാജാലങ്കാരം കാണാൻ പറ്റും. നീല കുപ്പായം ധരിച്ച് തലപ്പാവൊക്കെ, ചുവന്ന തലപ്പാവ്, അതുപോലെ ദണ്ടൊക്കെ പിടിച്ച് നല്ല ആഭരണ വിഭൂഷിതനായിട്ടിരിക്കുന്ന ഒരു രൂപമുണ്ട്, പഴനി മുരുകന്റെ രാജാലങ്കാര രൂപം. അതില് ആ ദണ്ടിന്റെ മുകളിൽ ഒരു തത്ത ഇരിക്കുന്നുണ്ടാവും. ഈ തത്തയാണ് അരുണഗിരിനാഥര്. കാരണം അറിഞ്ഞോ അറിയാതെയോ പഴനിയുമായി ബന്ധപ്പെടുന്ന എല്ലാവരും അരുണഗിരിനാഥരെ കാണുന്നുണ്ട്. ശരിക്കും ഭഗവാന്റെ കയ്യിൽ തത്തയായിട്ട് ഇരിക്കുന്നുണ്ട് അദ്ദേഹം, അങ്ങനെയാണ് സങ്കല്പം. അപ്പോ ഇദ്ദേഹമാണ് തിരുപ്പുകഴിന്റെ രചയിതാവും. തിരുപ്പുകഴ് അദ്ദേഹത്തിലൂടെയാണ് വന്നത്. മാത്രമല്ല സുബ്രഹ്മണ്യ സ്വാമി എന്നുള്ള ഒരു എന്താ പറയാ, ആ ഒരു തത്വത്തിനെ ശരിക്കും അവേദ്യമായിട്ട് ഘടകമാണ് ഈ തിരുപ്പുകഴ്. പക്ഷെ അത് മലയാളികൾക്ക് അതായി വരുന്നേ ഉള്ളൂ അതിന്റെ ഒരു സംഭവം. കാരണം അതിന്റെ ഒരു സമയങ്ങളായിരിക്കാം ഇപ്പോ, അതുകൊണ്ടാണ് പലരും ഇപ്പൊ അതിനെപ്പറ്റി അന്വേഷിക്കുന്നതൊക്കെ. അരുണഗിരിനാഥരെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ശരിക്കും തിരുവണ്ണാമലയാണ് ഇതിന്റെ പിറവി കൊണ്ട സ്ഥലം. ഈ തിരുപ്പുകഴാണെങ്കിലും അരുണഗിരിനാഥരുടെ ജനനവും ഒക്കെ. അരുണഗിരിനാഥര് ഏകദേശം 15-ാം നൂറ്റാണ്ട് 14-15 നൂറ്റാണ്ടിൽ ജനിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹം അമ്മയും അച്ഛനും ഇല്ല, മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചുപോയി. കുഞ്ഞുനാളിലെ മരിച്ചു പോയപ്പോ ചേച്ചിയാണ് അദ്ദേഹത്തെ വളർത്തുന്നത്. അപ്പോ ചേച്ചി എന്ന് വെച്ചാൽ വിവാഹം പോലും കഴിക്കാതെ വളർത്തുന്നത്. കാരണം തന്റെ മോൻ വിവാഹം കഴിച്ചാൽ പിന്നെ അങ്ങനെ ആയി പോവില്ലേ, ശ്രദ്ധിക്കാൻ പറ്റാണ്ടാവും. അത്രയും ശ്രദ്ധ തന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ മോനെ നോക്കൂ എന്നുള്ളത്. അപ്പൊ ആ രീതിയിലാണ് അവര് നോക്കുന്നത്. അപ്പൊ ഇദ്ദേഹമാണെങ്കിൽ നല്ല വിവരവും വിദ്യാഭ്യാസത്തോടു കൂടിയാണ് വളർന്നത്. തമിഴിനെ പറ്റിയിട്ട് നന്നായി പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഭാഗവതം, വിഷ്ണുപുരാണങ്ങള്, സംഗീതത്തെ പറ്റിയിട്ടും എല്ലാം നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ നമുക്ക് ഈ ഭജനയൊക്കെ പാടുന്ന ഇപ്പോൾ ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ ഈ കൊട്ടാരത്തിലൊക്കെ നർത്തകികൾ നർത്തനം ചെയ്യുമ്പോൾ പാടുന്ന ആ ഒരു രീതിയിലൊക്കെ ദേവസഭകളിലും രാജസഭകളിലും ഒക്കെ ഇദ്ദേഹം പോയിട്ട് പാടും, അമ്പലങ്ങളിലൊക്കെ. അപ്പൊ ഈ നർത്തകികൾ ഉണ്ടാവും, നർത്തം ചെയ്യും, ഇയാളുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമാനങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ആണ് അദ്ദേഹം ജീവിതം പുലർത്തിയിരുന്നത്. നല്ല രീതിയിലുള്ള ജീവിതമാണ് പുലർത്തിയിരുന്നത്, നല്ല സമ്പന്നനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പക്ഷെ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന് സ്ത്രീകളില്ലാതെ ഒരു ദിവസം പോലും ഇദ്ദേഹത്തിന് തള്ളി നിൽക്കാൻ പറ്റില്ല. ഒരു ദിവസം പോലും ഒരു സ്ത്രീയുമായിട്ട് ശയിക്കാത്ത ഒരു ദിവസം അദ്ദേഹത്തിന് ഇല്ല. അപ്പൊ അത്രയും അദ്ദേഹം അഡിക്റ്റഡ് ആയിരുന്നു. അപ്പോ ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. അപ്പോ ഇങ്ങനെ ഒരു ദിവസം പോലും ഇങ്ങനെ എല്ലാ ദേവദാസികളിലൊപ്പം അങ്ങനെയൊക്കെയാണ് പോവുക, ദേവനർത്തികളിലൊപ്പം ഓരോ ദിവസം ശയിക്കും, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിവാഹം കഴിച്ചിട്ട് പോലും തന്റെ ഭാര്യയുടെ അടുത്ത് പോലും ഇരിക്കാതെ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ പിന്നാലെയാണ് അദ്ദേഹം പോവുമായിരുന്നത്. അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഒരു നാള് ഇദ്ദേഹത്തിന് ഇങ്ങനെ പോകുന്ന സമയത്താണ് കുഷ്ഠരോഗം പിടിപെടുന്നത്. കുഷ്ഠം വന്നു തുടങ്ങിയ സമയത്ത്, പണ്ടൊക്കെ കുഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാടെ അകറ്റി നിർത്തുന്നതായ ഒരു ഭീകരാവസ്ഥയാണ്. അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുഷ്ഠരോഗം വന്നപ്പോൾ സ്ത്രീകൾ ആരും ഇദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല, എല്ലാവരും അകറ്റാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹത്തിന് വല്ലാത്ത ഫ്രസ്ട്രേഷനായി. കാരണം ഒരു ദിവസം പോലും ഈ സുഖം കിട്ടാതെ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇങ്ങനെ 2-3 ദിവസം തള്ളി നീക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വല്ലാത്ത അധികം ഫ്രസ്ട്രേഷനായി, ഒരു പ്രാന്തനെ പോലെ ആയി അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്ന കണ്ടിട്ട് ഒരു
രക്ഷയില്ല അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ. അപ്പോ സഹോദരി പറഞ്ഞു, നീ ഒരു കാര്യം, നിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെ ജനിച്ചപ്പോ തൊട്ട് അമ്മയ്ക്ക് ജനിച്ച് മരിക്കുന്നതിന് മുന്നേ തന്നെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്, അവന് ഒരു നാളിലും അവനൊരു കുറവും വരുത്താതെ നോക്കാമെന്നുള്ളത്, ഞാൻ ജീവനോടെ ഉള്ളപ്പോ. അപ്പൊ ഞാൻ ഉള്ള സ്ഥിതിക്ക് നീ വേണമെങ്കിൽ ഞാൻ സഹോദരിയാണെന്ന് നീ മറന്നോ, എന്നിട്ട് നീ വേണമെങ്കിൽ എന്റെ ശരീരം യൂസ് ചെയ്തോളൂ, കാരണം വേറെ ആരും നിന്നെ അടുപ്പിക്കില്ല, എനിക്ക് കുഴപ്പമില്ല, നിനക്ക് നിന്റെ സന്തോഷമാവട്ടെ എന്നുള്ളൊരു വാക്ക് ഇദ്ദേഹം പറയുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചേച്ചി പറയാണ്, അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു ആണി പോലെ തറക്കുകയാണ്. ഞാൻ ഇത്രയ്ക്കും ഒരു പാപിയാണല്ലോ, സഹോദരി അമ്മയെ പോലെയാണല്ലോ, ആ സഹോദരി ശരിക്കും അമ്മയെ പോലെ അദ്ദേഹത്തിന്റെ ജീവിതം ത്യജിച്ചിട്ടാണ് ഈ കുട്ടിയെ നോക്കിയിരിക്കുന്നത്. അപ്പൊ വല്ലാതെ വിഷമമായിട്ട്, എന്തൊരു നികൃഷ്ട ജന്മമാണ് ഞാൻ, അഴുക്ക് ചാലിലെ പുഴു എന്നെക്കാളും എന്താ പറയാ മാന്യനാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് തിരുവണ്ണാമല ക്ഷേത്രത്തിലെ ഗോപുരം, ഭഗവാൻ മഹാദേവൻ അഗ്നിലിംഗമായിട്ടുള്ള സ്ഥലമാണ്, അതുപോലെ തന്നെ ആ മല തന്നെ പ്രത്യക്ഷ ശിവസ്വരൂപമായിട്ടാണ് പറയാ. അപ്പൊ അങ്ങനെയുള്ള തിരുവണ്ണാമലയിലെ ആ ഒരു ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാണ്, താഴേക്ക് ചാടുന്നു. പക്ഷെ ഇദ്ദേഹം വീഴുന്നില്ല, ആരോ ഇദ്ദേഹത്തെ പിടിക്കുന്നുണ്ട്. മുഖത്ത് വെള്ളമൊക്കെ കുടഞ്ഞ് ഇദ്ദേഹം ഉണർന്നപ്പോ നോക്കുമ്പോ ഒരു പയ്യനാണ്, ഇച്ചിരി ബലമൊക്കെ ഉള്ള ഒരു പയ്യനാണ്. അപ്പൊ നിങ്ങൾ എന്തിനാ എന്നെ രക്ഷിച്ചത്, എന്റെ ജീവിതം എനിക്ക് മടുത്തു, കുഷ്ഠരോഗം കൊണ്ട് ഇദ്ദേഹം പാടാവശനായിട്ടുണ്ട്. അപ്പോ ഞാനൊരു മഹാനികൃഷ്ട ജീവിയാണ്, അപ്പൊ മരണം എനിക്ക് വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പം രക്ഷിച്ച ആള് പറഞ്ഞു, അങ്ങനെ ചെയ്തുകൂടാ, ഒരിക്കലും നമ്മുടെ ജീവിതം അങ്ങനെ കളയരുത്, നീ അങ്ങനെ ചെയ്യേണ്ടവനല്ല, ഒരുപാട് കാര്യങ്ങൾ നീ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യാനുണ്ട്, ഈ പാപിയായ ഞാൻ ഈ രോഗവും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനുണ്ട് എന്ന് ചോദിക്കുന്നു. എനിക്കിനി എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, പറഞ്ഞൊക്കെ തരാം, ഒരു വാക്ക് ഇങ്ങനെ പറയും, സുമ്മായിരി എന്ന് പറയും, എല്ലാം പറഞ്ഞു തരാം, നീ ഒന്ന് സുമ്മായിരിക്കിപ്പോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഈ വാക്ക് ശരിക്കും പറഞ്ഞ ഗുരു ഉപദേശിക്കുകയാണ്. മഹാദേവന് പ്രണവം ചെവിയിൽ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ ഒരു ബാലനായിട്ട് വന്ന്, അല്ലെങ്കിൽ ഒരു യുവാവായിട്ട് വന്ന് ഇദ്ദേഹത്തെ താങ്ങിയത്. എന്നിട്ട് ചുമ്മാ ഇരി എന്ന് ഒരു ദീക്ഷയും കൊടുക്കുകയാണ്. അപ്പോ നമുക്ക് കേൾക്കുമ്പോൾ ചുമ്മാ ഇരി എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കാൻ തോന്നും. അങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെ നമുക്ക് സാധിക്കില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ ഇത് അവിടെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി നിന്നിൽ തന്നെയുള്ള ശിവത്തിൽ നീ ലയിച്ച് ഇരിക്കുക എന്നുള്ള ഒരു അനുഗ്രഹവും ദീക്ഷയുമാണ് ആ വാക്കുകളിലൂടെ അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ ഒരു ഉണർവ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായി. അപ്പൊ അദ്ദേഹം അവിടെ ഒരു കോർണറിൽ ഇരുന്ന് ധ്യാനത്തിൽ ഇരുന്നു. അങ്ങനെ കുറെ കാലം ഇരുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അങ്ങനെ ചുമ്മാ കുറെ ധ്യാനവും ഇതെല്ലാം ചെയ്ത് ഇരുന്ന് ഏകദേശം 12 വർഷത്തോളം അദ്ദേഹം ഇങ്ങനെ ഇരുന്നു എന്നാണ്. ഒരേ സ്ഥലത്ത് തന്നെയല്ല, പലയിടത്തായിട്ടും ഒക്കെ 12 വർഷം ഇദ്ദേഹം മൗനമായിരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗങ്ങളെല്ലാം മാറി തുടങ്ങി, ശരീരത്തിന് പ്രത്യേക ഒരു ഉണർവുണ്ടായി, ഒരു ദിവ്യമായ ഒരു കലയും എല്ലാം ഉണ്ടായി. അപ്പൊ ഈ 12 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിൽ തന്നെ ഇരിക്കുന്ന സമയത്താണ് ഭഗവാന്റെ ദർശനം ഉണ്ടാവുന്നത്. ഭഗവാന്റെ ചിലമ്പൊലി ഇങ്ങനെ മുന്നിൽ, ചെവി എന്താ പറയാ, നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചിലമ്പിന്റെ നാദം കേട്ട് ഇദ്ദേഹം കണ്ണു തുറക്കുമ്പോൾ ഭഗവാൻ ബാലസുബ്രഹ്മണ്യനായിട്ട് ദർശനം കൊടുക്കുന്നു. എന്നിട്ട് അപ്പൊ ഇദ്ദേഹം ഇത് കണ്ടിട്ട് എന്താ പറയാ ആശ്ചര്യപ്പെടുകയാണ്. ഈ ഭംഗി, ഭഗവാന്റെ സൗന്ദര്യവും ഇതെല്ലാം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇദ്ദേഹം പറയും, അരുണഗിരി നീ നാവ് തുറക്ക്, നിന്റെ വർത്തമാനം ഒക്കെ കേൾക്കണം, അതിനാണ് വന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്കൊന്നും പറയാനൊന്നും കിട്ടുന്നില്ല, കാരണം നമ്മൾ സ്തബ്ധനായി പോയി. ഇദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. 12 വർഷം അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നീ എന്നെ പറ്റിയിട്ട് പാടേണ്ടവനാണ്, നീ ആ നാക്ക് ഇങ്ങോട്ട് നീട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നാക്ക് നീട്ടുമ്പോൾ അതിൽ വേലുകൊണ്ട് പ്രണവമന്ത്രം എഴുതിയെന്നും ഷടാക്ഷര മന്ത്രം എഴുതിയെന്നും പറയുന്നു. എഴുതിയിട്ട് പറഞ്ഞു, ഇനി നീ മുത്തുമുത്തായിട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ ഭഗവാൻ തന്നെയാണ് ഫസ്റ്റ് വാക്ക് കൊടുക്കുന്നത്, മുത്തായിട്ട് പാടാൻ. അപ്പൊ അത് നാവ് തിരിച്ചുള്ളിലേക്ക് ഇട്ടതും ഇദ്ദേഹത്തിന് പൂർണ്ണമായ ജ്ഞാനപ്രകാശം ഉണ്ടായി. അങ്ങനെ ഇദ്ദേഹം പാടിയതാണ് മുത്തൈ തെരുപത്തി തിരുനകെ അത്തിക്കിരെ ശക്തി ചരവണ മുത്തിക്കൊരു വിത്ത് ഗുരുപര എന ഓതും എന്ന് പറയുന്ന ഒരു സ്തുതിയുണ്ട്. അതാണ് ഫസ്റ്റ് തിരുപ്പുകൾ. ഭഗവാനെ പറ്റി പാടിയ ആദ്യത്തെ സ്തുതിയാണ്. മുത്തുപോലെ പുഞ്ചിരിക്കുന്ന ദേവസേനാദേവിയുടെ പതിയാണ് അവിടുന്ന്, ശക്തിവേൽ ധരിച്ചിരിക്കുന്ന ശരവണ ഭവനെ അങ്ങനെയാണ് അതിന്റെ സ്തുതികൾ വരുന്നത്. അപ്പൊ അങ്ങനെ സ്തുതിച്ചു. ഭഗവാൻ പറഞ്ഞു, നിനക്ക് നിന്റെ ആ പാപങ്ങള്, അതാ നമ്മൾ പറഞ്ഞുല്ലോ, മുജ്ജന്മ കർമ്മ ഫലം കൊണ്ടുണ്ടാവുന്ന പാപത്തെ തീർക്കാൻ നമുക്ക് തപം വേണം, അല്ലെങ്കിൽ ജപം വേണം. ഈ 12 വർഷം കൊണ്ടും ഇദ്ദേഹം ജന്മജന്മാന്തരങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ എല്ലാം തന്നെ പോയി. മാത്രമല്ല ഇവിടെ ഒരു കാര്യമുണ്ട്, ദുഃഖം, ആ ഒരു ദുഃഖം ഉണ്ടല്ലോ,
വലിയ ഇദ്ദേഹം ആത്മഹത്യക്ക് കാരണമായ ഒരു ദുഃഖം കൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഒരു റിയലൈസ്ഡ് സെയിന്റ് ആയി മാറിയതും. അതുകൊണ്ടാണ് നമുക്ക് തിരുപ്പുകഴ് കിട്ടിയതും. അതെ. അപ്പോ ദുഃഖങ്ങളെല്ലാം ഒരു കാര്യം നല്ലതിനാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണത്. അപ്പോ ഇപ്പൊ ഈ ദുഃഖം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും തിരുപ്പുകഴും കിട്ടില്ല. ശരിയല്ലേ? അപ്പോ ഇദ്ദേഹം പിന്നീട് അവിടുന്ന് ഭഗവാന്റെ അരുളപ്പാട് പ്രകാരം പല പല ക്ഷേത്രങ്ങള്, ദിവ്യക്ഷേത്രങ്ങളിൽ പോകുന്നു, പല സന്നിധികളിൽ പോയി ഇദ്ദേഹം ഓരോരോ ഗാനങ്ങൾ പാടുന്നു. ഈ തിരുപ്പുകഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാ. ഇപ്പൊ അദ്ദേഹം തിരുച്ചെന്തൂര് പോകുന്നു, അപ്പൊ ഭഗവാനെ ഇങ്ങനെ കണ്ടപ്പോ ഡാൻസ് ചെയ്യുന്നത്, ചിദംബരത്തില് ഭഗവാൻ അച്ഛൻ നൃത്തം ചെയ്യുന്ന ആളാണല്ലോ, നടരാജമൂർത്തി. അപ്പൊ അങ്ങ് എങ്ങനെയായിരിക്കും നൃത്തം ചെയ്യാ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ ഭഗവാൻ ഉള്ളെന്ന് പറഞ്ഞു, അരുണഗിരി നീ പിന്നാലെ വന്ന് നോക്കാം. അപ്പൊ പിന്നാലെ ഉത്സവ വിഗ്രഹത്തിന്റെ പിന്നാലെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഭഗവാൻ നൃത്തം ചെയ്യാൻ തുടങ്ങിയെന്ന. അതുകൊണ്ടാണ് അദ്ദേഹം അതൊരു തിരുപ്പുകഴാണ്. തണ്ടയണി വെണ്ടയം കിങ്കിനി സദങ്കയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. അപ്പൊ ഇത് സ്പോണ്ടേനിയസ് ആണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെ അപ്പൊ തിരുപ്പുകഴായിട്ട് വന്നിരിക്കുകയാണ്. അത് തന്നെ 15,000-ഓളം തിരുപ്പുകഴില് ഇപ്പോ ഏകദേശം 1,500-ഓളൊക്കെ ലഭ്യമുള്ളൂ. ബാക്കി എല്ലാം നഷ്ടമായി പോയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ ഭഗവാൻ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് തിരുവാവിനൻകുടി, പഴനിയുടെ അടിവാരത്തുള്ള തിരുവാവിനൻകുടിയിൽ വരാൻ പറഞ്ഞു. അവിടെ വെച്ചിട്ട് അദ്ദേഹം ജപമാല കൊടുത്ത് അനുഗ്രഹിച്ചു. ജപമാല വേണമല്ലോ ഒരു സാധകന്, ജപമാല കൊടുത്തു. പിന്നീട് എവിടെ പോയപ്പോ മന്ത്രദീക്ഷകൾ വേറെ കൊടുത്തു. പിന്നെ എവിടെയോ പോയ സമയത്ത് 2 കാലും തലയിൽ വെച്ചുകൊണ്ട്, അതൊരു ദീക്ഷയാണ്, ഗുരു ശിഷ്യന്റെ തലയിൽ കാല് വെക്കുന്ന. അങ്ങനെ അത് അദ്ദേഹത്തിന്റെ ഒരു തിരുപ്പുകഴ്. തലൈനാളിൽ പദമേത്രി എന്ന് പറയുന്ന സ്തുതിയിലുണ്ട്, ഭഗവാനെ അങ്ങ് എനിക്ക് ആദ്യത്തെ നാളുകളിൽ, എന്റെ സാധനയുടെ ആദ്യത്തെ നാളുകളിൽ കാല് വെച്ച് എന്റെ തലയിൽ അനുഗ്രഹിച്ചുവല്ലോ. പിന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തിരുപ്പുകഴിൽ തനിക്ക് ഭഗവാൻ തന്ന മെസ്സേജുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുണ്ടകോപനിഷത്ത് പഠിപ്പിച്ചു എന്ന് പറയുന്നു ഭഗവാൻ. മുണ്ടകോപനിഷത്തില് എന്തോ ജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോ അതുകൊണ്ട് മുണ്ടകോപനിഷത്ത് പഠിപ്പിച്ചു. തമിഴിന്റെ വളരെയധികം കവിത്വമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നാ ഭഗവാൻ തന്നെ പഠിപ്പിച്ചു എന്നാ. അത് അഗസ്ത്യർക്കും പഠിപ്പിച്ചു എന്നാണ് പറയുന്നത് തമിഴ്. അപ്പൊ തമിഴില്ലാതെ ഭഗവാനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നാ. തമിഴിന്റെ അതെ, തമിഴിലെ അക്ഷരങ്ങൾ തന്നെയാണ് അത്ര ഭഗവാന്റെ മുഖങ്ങള് അല്ലെങ്കിൽ ഭഗവാന്റെ കൈകൾ എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ തമിഴ് അവേദ്യമാണ് ഭഗവാനും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഇദ്ദേഹം പോയി. ഇപ്പോ ഇദ്ദേഹം പോയതാണ് ചെന്നിമല പറഞ്ഞ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് പോയപ്പോൾ തിരുച്ചെങ്കോടുള്ള ഭഗവാനാണ്. തിരുച്ചെങ്കോട് പോയ സമയത്ത് 4000 കണ്ണ് തനിക്ക് ഭഗവാൻ തന്നില്ലല്ലോ. തിരുച്ചെങ്കോട് എന്ന് പറഞ്ഞാൽ നാഗമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. നാഗമല ഒരു മലയാണത്, തമിഴ്നാട് തന്നെ. തിരുച്ചെങ്കോട് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. തിരുച്ചെങ്കോട് അർദ്ധനാരീശ്വര ക്ഷേത്രമാണ്. അവിടെ അർദ്ധനാരീശ്വരന്റെ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ. അവിടെ തന്നെ ഭഗവാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്യിൽ കോഴിയെ പിടിച്ച് നിൽക്കുന്ന ഭാവമാണ്, വേലും. അപ്പൊ ആ ഭംഗി കണ്ടിട്ട് ഇദ്ദേഹം പറയാണ്, എനിക്ക് 4000 കണ്ണ് തന്നില്ലല്ലോ ബ്രഹ്മദേവൻ, കാരണം ഈ കണ്ണുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല, പോരാ, ഈ കണ്ണ് പോരാ എന്ന് പറയുന്നു. അങ്ങനെയുള്ള കവിത്വമായ രീതികള്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു സ്തുതിയില് ഇങ്ങനെ തിരുപ്പുകഴ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള സ്പോണ്ടേനിയസ് ആയിട്ട് ഇൻസിഡൻസ് ഉണ്ട്. പിന്നെ ഒപ്പം തന്നെ ഭഗവാനെ പറ്റിയിട്ട് ഭഗവാന്റെ അത് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം വയലൂർക്ക് വരാൻ പറയുന്നുണ്ട് സുബ്രഹ്മണ്യ സ്വാമി. ഈ ഭഗവാന്റെ ദർശനം കൊടുത്ത് മുത്തൈത്തൊരു പാടിയ ശേഷം വയലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അത് ട്രിച്ചി സേലം പോകുന്ന വഴിക്കാൻ തോന്നുന്നത്, എനിക്ക് അതിന്റെ കറക്റ്റ് വഴി മറന്നുപോയി, കുംഭകോണം റൂട്ടിലെ മറ്റാണ്. വയലൂര്, വയലുകളാൽ ഭംഗിയിലുള്ള സ്ഥലമാണ് വയലൂര്. വയലൂര് പോയ സമയത്ത് ഭഗവാൻ പറഞ്ഞു, നീ എന്താണ് എന്നെ പറ്റി പാടാൻ പറഞ്ഞത്, നീ എന്താ പാടാത്തെ എന്ന് ചോദിക്കുമ്പോൾ ടോപ്പിക്സ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇഷ്ടം പോലെ ടോപ്പിക്സ് ഉണ്ട്, എന്റെ വേല് മയില് കോഴി ഇതിനൊക്കെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ എന്റെ മുഖങ്ങളുണ്ട്, എന്റെ അറുപടை വീടും അല്ലാത്ത സന്നിധികളുണ്ട്. പിന്നെന്താ, എന്റെ അമ്മാവനുണ്ട്, വിഷ്ണു ഭഗവാനെ അമ്മാവനായിട്ടാ പറയാം. അപ്പോ അമ്മാവനുണ്ട്, പിന്നെ അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരെ പറ്റിയിട്ടും പാടിക്കോളൂ, നീ അപ്പപ്പ നടക്കുന്ന കാര്യങ്ങളെയും ചേർത്തി പാടിക്കോളൂ എന്നാ പറഞ്ഞു. അതുകൊണ്ട് അപ്പപ്പ ഉള്ള കാര്യങ്ങളും ഉണ്ട്. അതായത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റ്ലി ഉള്ള കാര്യങ്ങൾ. അതിൽ ഏതോ ഒരു വാക്കില് സഭാഷണ എന്നുള്ള ഒരു വാക്ക്, സഭാഷ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അറബിക് വേർഡാന്നാ പറയാ, സഭാഷ് നമ്മൾ പറയുന്നത്. മലയാളത്തിലോ സംസ്കൃതത്തിലോ അതില്ല, അല്ല തമിഴിലോ അതിലൊന്നുമില്ല. അപ്പൊ അത് മുസ്ലിം ആ ഒരു സമയത്തെ എന്തെങ്കിലും ആയിരിക്കാം. സഭാഷണ എന്നുള്ള ഒരു വാക്കുണ്ട്. അതായത് ഭഗവാൻ യുദ്ധം ചെയ്തപ്പോ സഭാഷ് എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ. ചിദംബരം ക്ഷേത്രത്തില് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെ 2 ആൾക്കാര് തമ്മിലുള്ള ഡിസ്പ്യൂട്ടാണ്. അതായത് ഒന്ന് അന്തണർ എന്ന് പറയും. അവിടെ പ്രാചീനമായിട്ട് പൂജിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ തന്നെ പഠിപ്പിച്ച, ശിവഭഗവാൻ തന്നെ പഠിപ്പിച്ച അന്തണരുണ്ട്. അവരെ ഒരു പ്രത്യേക സമൂഹമാണത്, ബ്രാഹ്മണരിൽ തന്നെ ഉള്ളതാണ്. അല്ലാതെയുള്ള വേറെ ബ്രാഹ്മിൻസും ഉണ്ട്. അപ്പൊ ഈ ക്ഷേത്രം എന്തോ സമയത്ത് ശോചനീയ അവസ്ഥയായ സമയത്ത് അന്തണരാണ് പണ്ടോട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. പകരം ഇവരായി കുറച്ചു കാലം. പക്ഷെ പിന്നീട് എന്തായി, ഇവർക്കാണ് അവകാശം എന്നുള്ള ഡിസ്പ്യൂട്ട് വന്നു. അപ്പൊ ആർക്കും പണ്ടത്തെ ഇത് വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. പണ്ടത്തെ ഇന്നൊക്കെ ആണെങ്കിൽ പല റെക്കോർഡ്സുകളൊക്കെ കിട്ടും, ഡാറ്റകളൊക്കെ നമുക്ക് കിട്ടും. പണ്ട് അങ്ങനെയല്ല. വല്ലാത്തൊരു കൺഫ്യൂഷൻ സമയത്ത്
ചെറിയ ഇതുകൊണ്ട് മാത്രമല്ല ഒരു കാര്യം കൊണ്ട് കുറച്ചുകൂടെ അനുകൂലം അന്തണർക്ക് കിട്ടി. കാരണം ഈ തിരുപ്പുകളില് അരുണഗിരിനാഥര് പാടിയ ചിദംബരത്തെ പറ്റിയുള്ള തിരുപ്പുകളുണ്ട്. മുരുകനെ പറ്റി മാത്രമല്ല, ചിദംബരം ഉണ്ട്, പല വിഷ്ണു ക്ഷേത്രങ്ങളെ പറ്റിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇറസ്പെക്റ്റീവ് ഓഫ് ഇത് മുരുകനോ അല്ലെങ്കിൽ എന്താ പറയാ പ്രത്യേകം ഒരു കൺഫൈൻഡ് അല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സുബ്രഹ്മണ്യം എന്ന് വെച്ചാൽ സൃഷ്ടുവായ ബ്രഹ്മമാണ്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാമായി ഇരിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാവം. അതുകൊണ്ട് തന്നെ ചിദംബരത്തിൽ പോയിട്ട് തിരുവണ്ണാമലയെ പറ്റിയിട്ട് മുരുകനെ പറ്റിയിട്ടാണ് സ്തുതിക്കുന്നത്. അത് ശിവക്ഷേത്രമാണ്. പക്ഷെ ഇങ്ങനെ തിരുവണ്ണാമല സ്തുതിക്കുന്നത് അങ്ങനെയാ. അപ്പൊ ഭഗവാനായിട്ടാ മുരുകനായിട്ടാ ചോദിക്കുന്നത്. അപ്പൊ അതുപോലെ ചിദംബരം ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള ഒരു തിരുപ്പുകളില് അന്തണരാൽ വഴിപെടും എന്ന് പറയുന്ന ഒരു വരിയുണ്ട്. അന്തണരാൽ പൂജിക്കപ്പെടുന്ന സ്ഥലത്ത് കുടികൊള്ളുന്ന ഭഗവാനെ. അപ്പൊ അതിൽ അന്തണർ എന്നുള്ള പദമുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ അന്തണരാണ് പൂജിച്ചിരുന്നത് എന്നുള്ളതിന്റെ ഒരു ഹിസ്റ്ററി അവിടെ ഉണ്ട്. അത്രയും കാലം മുമ്പ് എഴുതിയാൽ അങ്ങനെ വന്നു. അതെ, ഇതിപ്പോ ഡിസ്പ്യൂട്ട് നടക്കുന്നത് 1800 കാലഘട്ടത്തില്. അപ്പൊ ഈ കോർട്ടിന് അതൊരു എവിഡൻസ് ആണ്, ഫുൾ എവിഡൻസ് അല്ല, എന്നാലും അതിൽ ഉണ്ട്. അപ്പൊ പണ്ട് ഇവരായിരുന്നു എന്നുള്ളതുണ്ടല്ലോ. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് അങ്ങനെ ഒരു വിധി ഇവർക്ക് അനുകൂലമായി. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഒരു തിരുപ്പുകൾ മണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വിളിക്കുക. ഒരു നമ്മൾ പറയില്ലേ അപരനാമം, എന്നൊരു കൃഷ്ണയ്യർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം അവിടെ ആ ജഡ്ജോ അല്ലെങ്കിൽ അഡ്വക്കേറ്റോ ആയിരുന്ന ആൾ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ഈ തിരുപ്പുകൾ എന്താ എന്ന് അറിയണം എന്ന് പറഞ്ഞ് അദ്ദേഹം പഠിച്ച് അങ്ങനെയാണ് ശരിക്കും ഇത് റെക്കോർഡായത്. കാരണം അല്ലെങ്കിൽ ഈ 15,000 അല്ല 15,000-ല് 1,500 ഇപ്പൊ കിട്ടിയത് അതുകൊണ്ടാ. അതും കിട്ടില്ല. ഇല്ല, കാരണം ഇദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇദ്ദേഹം മുരുകഭക്തനാണ്. ഇങ്ങനെ ഒരു സ്തുതിയുണ്ടോ, ഇതിലൊരു മാസ്മരികതയുണ്ടല്ലോ, ഇതെന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പണ്ഡിതന്മാരോടെല്ലാം ചോദിച്ചപ്പോൾ എന്താ പഴയ ഓലകൾ എന്നൊക്കെ കിട്ടി. ചിലതെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹം കുറെ എണ്ണം എഴുതിയെടുത്തത് കൊണ്ടാണ് നമുക്കിപ്പോ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കിട്ടുന്നത്. അതിന്റെ പേര്, അദ്ദേഹത്തിന്റെ നാമം ഞാൻ ശരിക്കും മറന്നുപോയി, തിരുപ്പുകൾ മണി എന്ന് പറയും. പിന്നെ ഒരു സെങ്കൽ വരായൻ പിള്ളൈ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അദ്ദേഹവും ഇതിനായിട്ട് ഒരുപാട് തമിഴ്നാട്ടിലെ ഒരുപാട് ഇദ്ദേഹത്തിന്റെ ഒക്കെ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് ശരിക്കും ഇങ്ങനെ ഇരുന്ന് ഇവിടെ പറയാനും പോലും പറ്റുന്നത്. അങ്ങനെ ഒരു കാര്യം. പിന്നെ അപ്പൊ തിരുപ്പുഴ എന്ന് പറഞ്ഞാൽ ഭഗവാനും അരുണഗിരിനാഥനും തമ്മിലുള്ള ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് ആണ്. ആ കാര്യങ്ങളെല്ലാം റെക്കോർഡിക്കൽ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ വേലിനെ പറ്റിയിട്ട് വേൽ വിരുത്തം, മയിലിനെ പറ്റിയിട്ട് മയിൽ വിരുത്തം ഉണ്ട്. പിന്നെ കോഴിയെ പറ്റിയിട്ട് ഭഗവാന്റെ കയ്യിലെ കോഴി എന്നൊരു വിജയത്തിന്റെ പ്രതീകമാണ്. അതിന് സേവൽ വിരുത്തമുണ്ട്. പിന്നെ ഭഗവാന്റെ അനുഭൂതി, കന്ദർ അനുഭൂതി ഉണ്ട്. പിന്നെ സ്കന്ദർ അലങ്കാരമുണ്ട്. അലങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പോയറ്റിക്കൽ ആയിട്ടുള്ള സംഭവമാണ്. അതുപോലെ ഭക്തിയുടെ വല്ലാത്ത രസമാണ്. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ തിരുച്ചെന്തൂർ ഭാഗത്ത് ഉള്ള കൃഷിയൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് നശിച്ചു പോകും. അവിടുത്തെ മീൻ വന്നിട്ട് സേൽപട്ടഴയുന്നത് സെന്തൂർ വയൽപ്പൊഴിൽ തേൻകടമ്പ്, അങ്ങനെ ഒരു വരിയുണ്ട്. അതുപോലെ സുന്ദരികളായ സ്ത്രീകള് നല്ല സുഗന്ധം കാണുമ്പോ അവരെ മനസ്സില്ലാതായി പോകും, മനസ്സിൽ ലയിച്ചു പോകും. അതുപോലെ ശൂരനും ഈ അസുരന്മാരെല്ലാം ഭഗവാന്റെ വേലായുധം കൊണ്ട് നശിക്കപ്പെട്ടു. അവിടുത്തെ എന്റെ തലയിൽ ബ്രഹ്മദേവൻ എഴുതിയ വരികള് അങ്ങയുടെ കാൽപാദം കൊണ്ട് മാഞ്ഞു പോയി. എങ്ങനെയാണോ തിരുച്ചെന്തൂരില് മീനുകൾ കൊണ്ട് അവിടുത്തെ കൃഷി നശിക്കുന്നതും സുന്ദരികളെ സ്ത്രീകളുടെ മനസ്സ് സുഗന്ധം കൊണ്ട് ഇല്ലാതായി പോകുന്നതും ശൂരപാത്മാവ് വേലുകൊണ്ട് നശിക്കപ്പെട്ടത്, അതുപോലെ എന്റെ തലയിലെഴുത്ത്, ബ്രഹ്മദേവൻ എഴുതി തലയിലെഴുത്ത് ഭഗവാന്റെ കാലടികൾ കൊണ്ട് മാഞ്ഞു പോയിന്ന. അതുപോലെ ഒരു നവഗ്രഹ ദോഷം മാറുന്നതിന്റെ ഒരു വരിയുണ്ട്. നാളെൻ ചെയ്യും വിനയിതാൻ എൻ ചെയ്യും എനയിനാടി വന്ന കോൾ എൻ ചെയ്യും കൊടും കൂട്ടർ എൻ ചെയ്യും എന്ന് പറയുന്ന വരിയുണ്ട്. അതായത് എന്നെ നാളെന്ത് ചെയ്യാനാണ്, നാളെന്ന് പറഞ്ഞാല് ദിവസം. അതുപോലെ വിധി എന്ത് ചെയ്യും, നവഗ്രഹങ്ങൾ എന്നെ എന്ത് ചെയ്യും, യമൻ എന്നെ എന്ത് ചെയ്യും, ഭഗവാൻ തന്റെ കാലുകളിൽ ചിലമ്പ് ഇട്ടുകൊണ്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യും. അങ്ങനെ സംരക്ഷിതനാണ്. അങ്ങനെയുള്ള വരികളിലൂടെ അപ്പൊ ഭഗവാന്റെ സോൾ എന്ന് പറയുന്നത് ഇവിടെയാ. അതുപോലെ അരുണഗിരിനാഥർ ഒരിക്കൽ ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് പറയുന്നു, അദ്ദേഹം ഭഗവാന്റെ നെഞ്ചില് ഒരു മണി പോലെ ഒരു ആഭരണം കണ്ടു. ആ ആഭരണത്തിൽ എഴുതിയിരിക്കുന്നത് തിരുപ്പുകൾ എന്നത്ര. ഭഗവാൻ തന്റെ നെഞ്ചില് സ്വീകരിച്ചു വെച്ചിരിക്കുന്നതാണ് തിരുപ്പുകൾ. അപ്പൊ അത്രയും ഭഗവാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് വാക്ക് കൊടുത്തതും എഴുതിപ്പിച്ചതും ഒക്കെ. അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം ഇതുമായിട്ടുണ്ട്. അപ്പൊ ഈ അരുണഗിരിനാഥന്റെ ജീവിതം ഇങ്ങനെയാണ് തുടങ്ങുന്നതൊക്കെ. പിന്നെ അദ്ദേഹം എല്ലാം കഴിഞ്ഞ അവസാനത്തെ കുറെ കാര്യങ്ങൾ അദ്ദേഹം ജീവിതത്തിലുണ്ട്. അതിന്റെ അവസാനം പത്തയായത് കൂടെ പറയാം. അപ്പൊ ഇദ്ദേഹം പിന്നീട് ഒരു ഇതുണ്ടാവുന്നുണ്ട്, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്നുണ്ട്. അത് വന്നിട്ട് തിരുവണ്ണാമലയിലെ രാജാവും മന്ത്രിയല്ല പുരോഹിതനുണ്ട്. അവിടുത്തെ രാജഗുരു വന്നിട്ട് കുറച്ചൊരു എന്താ പറയാ അധാർമികനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭദ്രകാളി ഉപാസകനൊക്കെയാണ്.
അപ്പൊ ഇയാൾക്ക് ഈ അരുണഗിരിനാഥർക്ക് എല്ലാവർക്കും മതിപ്പുമാണ്, ഒരു വിനയത്തിന്റെ സ്വരൂപമാണ് അരുണഗിരിനാഥർ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്, രാജാവിനും ഒരുപാട് ഇഷ്ടമാണ് ഇദ്ദേഹത്തെ. അപ്പൊ ഇത് കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നമുക്കൊരു പന്തയം വെക്കാം. രാജാവിനോട് പറഞ്ഞു, രാജാവ് ഈ അരുണഗിരിനാഥർ വൃത്തികെട്ട മനുഷ്യനായിരുന്നു, ഇപ്പൊ ഒരു മാസ്ക് ഇട്ടിട്ട് നടക്കുകയാണ് നല്ലവൻ എന്നൊക്കെ, മഹാവൃത്തികെട്ട മനുഷ്യനാണ്, അങ്ങനെ പറയരുത്, അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം ഒരു ദിവ്യവ്യക്തനാണ്, ദിവ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഭഗവാനെ നിത്യവും കാണുന്ന ആളാണ്, വിളിച്ച അപ്പൊ കാണുന്ന പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, വേണമെങ്കിൽ നമുക്കൊരു പന്തയം വെക്കാം, ഞാൻ എന്റെ ദേവിയെ വിളിച്ച് കാണിച്ചു തരാം, അദ്ദേഹത്തോട് മുരുകനെ വിളിച്ച് കാണിച്ചു തരാൻ പറയും. അപ്പൊ രാജാവ് ആലോചിച്ചപ്പോ ലോട്ടറിയാണ്, കാരണം ഞങ്ങളിരുന്ന് പൂജയും ജപവും ചെയ്താലും വരാത്ത ആൾക്കാരെ എന്നാ പിന്നെ അങ്ങനെ കാണാമല്ലോ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പന്തയം വേദിയൊക്കെ ആയി. അരുണഗിരിനാഥർ ആദ്യം സമ്മതിച്ചില്ല, കാരണം പ്രദർശനിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒഴിഞ്ഞു മാറുക ചെയ്തത്. പക്ഷെ പിന്നെയും വിചാരിച്ചു ഭഗവാൻ എന്തോ നിശ്ചയിച്ചിട്ടുണ്ട്, എന്നാ അങ്ങനെ ആയിക്കോട്ടെ വരാമെന്ന് പറഞ്ഞു. പന്തയം വേദി തിരുവണ്ണാമല ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ അത് അത്രയും വിസ്താരമുള്ള ക്ഷേത്രമാണല്ലോ, പണ്ടൊക്കെ ഓരോ സഭകളൊക്കെ അവിടെയെല്ലാം നടക്കുക. അപ്പോ രാജാവ് ഇരിക്കുന്നുണ്ട്, അരുണഗിരിനാഥർ വന്നു, ഇദ്ദേഹം വന്നു, മറ്റേ രാജഗുരു അദ്ദേഹം വന്നു, മന്ത്രവാദി സംബന്ധാണ്ഡാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ അവരെ സംബന്ധാണ്ഡൻ പറഞ്ഞു, വിളിച്ചോളൂ ഭഗവാനെ അതുമല്ല ആൾക്കാരുമാണ്, നമ്മൾ പറയില്ലേ പ്രദർശനം, ഹൗസ്ഫുൾ ഷോ പോലെ ആൾക്കാരെല്ലാം വന്ന് നിൽക്കുക, എന്താ വെച്ചാൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് നിൽക്കുകയാണ്, ഫുൾ ആൾക്കാരാണ്. അപ്പോ അരുണഗിരിനാഥര് ഭഗവാനെ സ്തുതിച്ചു, ചെറിയൊരു സ്തുതി ചോദിച്ചു, എപ്പോഴും എന്റെ മുന്നിൽ വന്ന് നിൽക്കണ ഭഗവാനെ എന്ന് പറഞ്ഞ്. പക്ഷെ ഒന്നില്ല. അപ്പോ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച സമയത്താണ് ഇതിനിടയ്ക്ക് ഒരു കഴിഞ്ഞ തലേ ദിവസം ഒരു പരിപാടി നടന്നിട്ടുണ്ട്. ഈ ദുർമന്ത്രവാദി ദേവിയുടെ ഉപാസകനാണല്ലോ, ഒരുപാട് ദേവിയെ വെച്ച് പണിയുന്ന ആളാണ്, ദേവിയെ വെച്ച് പണി കൊടുക്കുന്ന ഒരാളാണ് ദുർമന്ത്രവാദി. അപ്പൊ അദ്ദേഹം ദേവിയോട് പറഞ്ഞു, തന്റെ കൈയും കാലൊക്കെ മുറിച്ച് ചോരയെല്ലാം ഇങ്ങനെ ഹോമത്തിൽ ചെയ്തിട്ട് പറഞ്ഞു, ദേവിക്ക് തന്നെ മതിയായി, എന്താ നിനക്ക് വേണ്ട പറ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഭഗവാൻ എന്താ പറയാ സുബ്രഹ്മണ്യ സ്വാമി വരരുത്, അരുണഗിരിനാഥർ വിളിച്ചാൽ വരരുത് എന്ന് പറയുന്നു. ഇതെല്ലാം കഥയാണ്, ഇതിന് വേറെന്തെങ്കിലും ഉത്പലമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഉപാസകൻ ഒരിക്കലും മാത്സര്യ ബുദ്ധി ഉണ്ടാവരുത് എന്നുള്ളതിന്റെ ഒരു തത്വം മാത്രം ഇതിൽ മനസ്സിലാക്കാനുള്ളൂ. അതുപോലെ ദേവതയും തോന്നിയ പോലെ പണിയിപ്പിക്കരുത്. അപ്പൊ അമ്മ അവസാനം പറയുന്നത്, നീ ഇതുവരെ ചെയ്ത പുണ്യം എല്ലാം എടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ്, ഇനി ഞാൻ വിളിച്ച വരൂല്ല, പക്ഷെ മുരുകൻ ശരി കുറച്ചു നേരം നമുക്ക് നോക്കാം, വൈകും എന്നുള്ള ഒരു അനുഗ്രഹം കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോ ഇവിടെ അരുണഗിരിനാഥർ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പൊ അരുണഗിരിനാഥർ കണ്ണടച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, അമ്മയെ പറ്റി ഒരു സ്തുതി, അമ്മയെ പറ്റി സ്തുതിച്ചിട്ടും ഇല്ല ഇതുവരെ, തിരുപ്പുകളിൽ പലരെ പറ്റി സ്തുതിച്ചിട്ടുണ്ട്, ദേവിയെ പറ്റിയിട്ട് വരുന്ന പരാമർശങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തമായി നന്നായിട്ടൊന്ന് സ്തുതിച്ചേക്കോ, അവൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, അപ്പൊ ആ പുണ്യത്തെ കവച്ചു വെക്കുന്ന രീതിയിൽ നീ ഒരു സ്തുതി ചൊല്ലി അമ്മയ്ക്ക് സമർപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അദ്ദേഹം ശ്രീവിദ്യാപരമായിട്ടുള്ളതാണ് ഈ ലളിതാംബിക അല്ലെങ്കിൽ അങ്ങനത്തെ നവരാഹി എന്നൊക്കെ, ആ നാമങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു സ്തുതിയുണ്ട്. ധരണിയിൽ അരണിയ മുരണിരണിയനുടൽ തനൈനക നുതികൊടി സാഡോങ്ക് നെടുങ്കിരി ഓടേന്തു ഭയങ്കരി എന്ന് പറയുന്ന ഒരു സ്തുതിയുണ്ട്. ദേവേന്ദ്ര സംഘ വകുപ്പ് എന്നാണ് അതിന് പറയാം. അത് ചൊല്ലി സ്തുതിക്കുന്നു. അപ്പൊ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. അതിനുശേഷം ഭഗവാനെ പറ്റിയിട്ടുള്ള പാട്ടുണ്ട്. അത് ശരിക്കും അത് ഹിസ്റ്ററി ആയിട്ടാണ് ആ പാട്ടുള്ളത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതലസേതനാറാട അഖിലമേരു മീതാട അഭിനകാളി താനാട അവളോട് എന്ന് പറയുന്ന ലൈൻ. അതായത് ആദിശേഷൻ ആടുന്നുണ്ട്, അരുണഗിരിനാഥരുടെ ഇമാജിനേഷൻ ആണ്. ആദിശേഷൻ എന്റെ മുന്നിൽ ആടുന്നുണ്ട്, അതുപോലെ ഭദ്രകാളി ദേവി ആടുന്നുണ്ട്, ശിവഭഗവാൻ ആടുന്നുണ്ട്, ദേവന്മാരാടുന്നുണ്ട്, പിന്നെ നെടിയ മാമനാറാട് വിഷ്ണു ഭഗവാൻ അമ്മാവനാണ്. കാരണം പാർവതി ദേവിയെ പത്മനാഭ സഹോദരി എന്ന് പറയും. അപ്പൊ പത്മനാഭ ദേവി സഹോദരി ആകുമ്പോ ഇത് അമ്മാവനാണ്. നെടിയ മാമനാരാട് അപ്പൊ അമ്മായിയാണ് മഹാലക്ഷ്മി. വനജ മാമിയാറാട് ഇവരൊക്കെ ആടുന്നുണ്ട് ഭഗവാനെ. അവിടുത്തെ മയിലും ആടുന്നുണ്ട്, വേലും ഒക്കെ ആടുന്നുണ്ട്. അവിടുന്ന് മയിലും ആടി നീയാടി വരവേണ്ടും എന്നുള്ളൊരു വരിപാടും ഒപ്പം തന്നെ അടുത്ത ലൈൻ. അതാണ് ആ ഹിസ്റ്ററി. പ്രഭുടദേവ മഹാരാജ മനവ് മുകുഴ നീ ആട്. ആ രാജാവ്, അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് ആ ഒരു നൂറ്റാണ്ടില്. അതാണ് ഹിസ്റ്ററി. അപ്പൊ ആ രാജാവും കാണുന്ന രീതിയിൽ അങ്ങ് വന്നാലും എന്ന് പറഞ്ഞ് പാടി നിർത്തിയതും അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണ് പൊട്ടി പോകുന്നു. പെട്ടെന്നൊരു തൂണ് പൊട്ടി. അപ്പൊ അതിനകത്തൊരു ഒരു വല്ലാത്ത പ്രകാശമാണ് കാണുന്നത്. ഭഗവാനാണ് അവിടെ നിൽക്കുന്നത്. അരുണഗിരിനാഥർക്ക് കാണാം, ബാലനായിട്ട് അദ്ദേഹം ദർശനം കൊടുത്തു. പക്ഷെ ആൾക്കാർക്കാകെ മുരുകനെയല്ല കാണുന്നത്, ഒരു വെളിച്ചേ കണ്ടു, പ്രകാശം കണ്ടു. പ്രകാശത്തോടു കൂടി എല്ലാവരെയും കാഴ്ചശക്തിയും പോയിന്നുണ്ട്. അങ്ങനെ ഒരു കാണാൻ പറ്റാത്ത അത്രയും പവർഫുൾ ആയിരുന്നു. ഭഗവാൻ അങ്ങനെ എല്ലാവരും കാണേണ്ട ഒരു സാധനം അല്ലല്ലോ, എളുപ്പത്തിൽ കാണാൻ പറ്റില്ല. പിന്നെയും ഇതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇവർക്കൊരു ഭാഗ്യം അങ്ങനെയെങ്കിലും കാണാൻ. അപ്പോ എല്ലാവരും ആ കാഴ്ചശക്തി എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അവിടെ നിന്ന് തന്നെ. പിന്നീട് ഇത് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചപ്പോഴാണ് മനസ്സിലായത്, കൈലാസ മാനസരോവർ തീരത്തായിട്ടുള്ള ഒരു പ്രത്യേക പുഷ്പമുണ്ട്. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആ പുഷ്പത്തിന്റെ മണം വന്നു കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറയുന്നു. അപ്പൊ ഇദ്ദേഹം അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് തന്റെ പ്രാണനെ
സന്നിവേശിപ്പിച്ചിട്ട് പോകാനുള്ള വിദ്യ അറിയാം. അപ്പൊ ഇദ്ദേഹം അവിടെ നോക്കിയപ്പോ സമയത്ത് പെട്ടെന്ന് ഇപ്പൊ കൈലാസം വരെ എത്തണമെങ്കിൽ നമുക്കിപ്പോ ആനയോ പുലിയോ ഒന്നും അയാളൊന്നും എത്തില്ല, പക്ഷിയായ വേഗം പോകാൻ. അപ്പൊ ഒരു ഫ്രഷ് ബോഡി കിട്ടി, ഒരു തത്തയുടെ ബോഡി കിട്ടിയപ്പോ തന്റെ ബോഡി അവിടെ വെച്ചിട്ട് ഇതിലേക്ക് തന്റെ പ്രാണനെ സന്നിവേശിപ്പിച്ച് അദ്ദേഹം പോയി അത് എടുത്തുകൊണ്ട് വന്ന് ഇവരുടെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇവരുടെ അന്ധതയെല്ലാം മാറുന്നുണ്ട്, രാജാവിന്റെയും എല്ലാവരുടെയും. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം ഉണ്ടായി, ഈ രാജഗുരു അല്ല, ഈ സംബാന്താൻ എന്നുള്ള ഈ ദ്രോഹിയായിട്ടുള്ള ഈ ഗുരു ഉണ്ടല്ലോ, ഇദ്ദേഹം തന്റെ ശിഷ്യരോട് പറഞ്ഞു ആ ബോഡി കത്തിച്ചു കളയാൻ. അരുണഗിരിനാഥരെ ഓൾറെഡി തത്തയുടെ ബോഡിയിലേക്ക് പോയപ്പോ ഈ ബോഡി എടുത്ത് കത്തിച്ചു, അങ്ങനെ കത്തിച്ചു കളയാൻ പറഞ്ഞുകൊണ്ട് കത്തിച്ചു കളഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തെ തിരിച്ചു വന്നപ്പോ ബോഡി ഇല്ല, അപ്പോ അപ്പൊ അങ്ങനെ തത്തയായി ഭഗവാനിലേക്ക് ലയിച്ചു എന്നാണ്. അതാണ് ഭഗവാന്റെ കയ്യിലുള്ള തത്ത. അങ്ങനെയാണ് അരുണഗിരിനാഥരുടെ കഥ വരുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാത്ത മുരുകന്റെ ഒരുപാട് കഥകൾ, മുരുകനുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ കഥകൾ, അരുണഗിരിനാഥരുടെ കഥകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങിപ്പോൾ പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്യാം. എന്തായാലും അങ്ങയുടെ ഈ ഭഗവാന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള സ്കന്ദഷഷ്ടി കവചം അത് ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ. അവരിൽ അത് എന്താ പറയുക, രോഗനിവാരണമായാലും കാര്യങ്ങൾ നീങ്ങാനാണെങ്കിലും ഈ കർമ്മതടസ്സങ്ങൾ, കർമ്മദോഷങ്ങൾ, മുൻകാല ദോഷങ്ങൾ, മുൻജന്മദോഷങ്ങൾ, ഇതൊക്കെ മാറാൻ വേണ്ടിയും ആവട്ടെ. അപ്പൊ അതൊക്കെ ഒരു നിയോഗമാണ് ഓരോ സമയത്തും ഉണ്ടാകുന്നത്. അപ്പം അതുപോലെ തന്നെ ആവട്ടെ എന്ന് പറയുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്തായാലും ഇവിടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി വന്നതിൽ ഒരുപാട് നന്ദി.